മൂന്നാമതായി നിന്റെ മാതാവ്, നാലാമതായാണ് നിന്റെ പിതാവിനെ പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആനിലാണെങ്കിൽ മറ്റ് ബൈബിളിലും മറ്റ് വേദഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമ്മുടെ മാതാവിന് പുണ്യത്തിന്റെ അപ്പുറം സ്ഥാനം നൽകിക്കൊണ്ടാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാം മാതാവിനെ ചേർത്ത് പിടിക്കേണ്ടതും നമ്മുടെ മാതാവിന് നാം ഒരു ചുംബനം നൽകേണ്ടതും നമ്മുടെ മാതാവിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നാം ഇടപെടുന്നതും അതുപോലെ തന്നെ നമ്മുടെ പിതാവിനെ സ്നേഹിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ചില സാഹചര്യം കൊണ്ട് വിവിധ സാഹചര്യങ്ങളായിരിക്കും പല അമ്മമാരും എത്തിപ്പെടാറുണ്ട്. ആ അമ്മമാർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ വളരെയേറെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരിക്കും. കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ അമ്മമാർ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടത്തെ പല അമ്മമാരുമായി ഒത്തൊരുമിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം, ആ മനസ്സമാധാനം, ആ ഭവനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും ആർക്കും ഇതുപോലെ പല സംഘടനകളും വന്ന് അവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന വളരെയേറെ പ്രിയപ്പെട്ട സമയങ്ങൾ. തീർച്ചയായും അതൊരു ചെറിയ കാര്യമല്ല, അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജീവിതത്തിലെ സന്തോഷമാണ്, സൗകര്യമാണ്. എന്നാൽ ഇത്തരം അമ്മമാര് ഇത്തരം അന്തേവാസി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സ്നേഹാലയങ്ങളിൽ വരല്ലേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പല അമ്മമാരും അവരുടെ കുടുംബത്തിലെ മുതലുകൾ, അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് എഴുതി കൊടുക്കുമ്പോൾ ആദ്യമെല്ലാം മക്കള് അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വലിയ സ്നേഹമായിരിക്കും. ആ സ്വത്തെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയും അച്ഛനും ഇതേപോലെ സ്നേഹഭൂമിയിലല്ലായിരിക്കും. അത് വരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ സമയമില്ല. കാരണം ഇവിടെ ഒട്ടേറെ പരിപാടി നടക്കുന്നുണ്ട്. എന്നെ ഇതിൽ ക്ഷണിച്ച കൂടപ്പുറപ്പെടുന്ന കൂട്ടായ്മയുടെ ഭാരവാഹികളെ അതികണ്ട മുക്തമായി ആശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയവാക്കം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ടാതിഥി നമ്മുടെ സുഹൃത്ത് കുഞ്ഞുമോൻ ആലോയ്ക്ക് ഉപഹാരം നൽകുന്നു. ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഷമീർ മുഖത്തെ ക്ഷണിച്ചു. അടുത്തതായിട്ട് നമ്മുടെ കൂടത്തുറപ്പുള്ള ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ മീഡിയ ഫൈസൽ കക്കാട്ടിനുള്ള ഉപഹാരമാണ്. അത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ നിസാർ പെന്ന വിളയിൽ പരപ്പൂർ അവരെ ക്ഷണിച്ചു കൊടുത്തു. അടുത്തത് നമ്മുടെ
ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം ഉദ്ഘാടനമാണ് നിർവഹിക്കാൻ പോകുന്നത്. ഇതിന് വീഡിയോ വീഡിയോ നേരെ കിടങ്ങോട് നോക്കിയിട്ടാണ് ഞാൻ ഏറ്റവും പറയണം ഇങ്ങോട്ട് നോക്കണ്ട ക്യാമറയിലേക്ക് നോക്കിയാൽ കിട്ടുള്ളൂ. അതവർക്ക് പറയണം. സ്കൂൾ കിറ്റ് കൈപ്പറ്റുന്നതിന് വേണ്ടി മുഹമ്മദ് വേങ്ങരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇതല്ലേ എന്ത് ചെയ്യണ്ടില്ല വീഡിയോ അത് കൊടുക്കുന്നത് നമ്മുടെ